Welcome to BSc Main Physics, Semester 4, 10th class, Motion of Charged Particle in Electromagnetic Field. And today we discuss helical motion of a particle in a magnetic field. Helical motion of a particle in a magnetic field that we studied today. This is Semester 4, BSc Main, class number 10. And this is the diagrammatic representation of helical motion. You'll hear diagrammatic representation of helical motion. That is the sixth motion we are seeing, and that's the third part. In the first case, in the sixth motion, as the first case, we studied motion of charged particle in electric field. Then we studied motion of charged particle in a perpendicular magnetic field, that is cyclotron condition. Now we study the helical motion of particle, that is motion of charged particle entering a magnetic field in any direction, not perpendicular. If it is if the charged particle is entering parallel to the field, there is no force. When perpendicular field, there is BQB, which is equal to mu square by r, and from that we find the cyclotron condition that we have seen. And now today we study helical motion, which is motion of charged particle entering the magnetic field in any direction. ഏതെങ്കിലും ഡയറക്ഷനിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ പിന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രവേശിച്ചാൽ അതിൻ്റെ മോഷനെ വിളിക്കുക ഹെലിക്കൽ മോഷൻ. സർക്കുലർ മോഷൻ തന്നെയാണ്, പക്ഷെ അത് ആ സർക്കുലർ മോഷൻ നടത്തുന്നതിനൊപ്പം തന്നെ മുന്നോട്ട് സഞ്ചരിക്കും. അതിൻ്റെ പടമാണ് ആ ഫിഗർ 2 കാണുന്നത്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ പെർപെൻഡിക്കുലർ അല്ല, ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അത് പിന്നെ സർക്കുലർ മോഷൻ നടത്തുകയും മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും. അങ്ങനെ സർക്കുലർ മോഷൻ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് ഹെലിക്കൽ മോഷൻ. അപ്പോൾ ചിത്രം നോക്കുക. ഈ ബി ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ചാർജ്ഡ് പാർട്ടിക്കിൾ വെലോസിറ്റി വി ഇൻക്ലൈൻഡ് തീറ്റയാണ്. അത് മുന്നോട്ട് പോകുന്ന പടമാണ് വരച്ചിരിക്കുന്നത്. ഒരു പി എന്നൊരു ദൂരം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പി എന്നുള്ള ദൂരം 2 സർക്കിളിൽ തമ്മിലുള്ള അകലാണ്. മുന്നോട്ട് ചലിക്കുമ്പോൾ 2 സർക്കുലർ മോഷൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് തമ്മിലുള്ള അകലാണ് ആ പി എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡ് ബിയും അതുപോലെ ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി വിയും നമ്മൾ ആദ്യ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. തീറ്റയാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ. അപ്പോൾ വെലോസിറ്റി വെക്ടറാണ്, ആ ഫീൽഡ് ബിയും വെക്ടറാണ്. വെലോസിറ്റിയെ നമ്മൾ 2 കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യും. വി കോസ് എക്സ് കമ്പോണൻറ്റ്, വി സൈൻ തീറ്റ വൈ കമ്പോണൻറ്റ്. ഈ 2 വെലോസിറ്റി കമ്പോണൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെലിക്കൽ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സൈക്ലോട്രോൺ മോഷൻ്റെ കണ്ടീഷൻ തന്നെ വരും, അവിടെ അതിൻ്റെ കൂടെ ഒരു സൈൻ തീറ്റയും കോസ് തീറ്റ ചേർന്ന് വരും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഹെലിക്കൽ മോഷൻ മനസ്സിലായല്ലോ. മാഗ്നറ്റിക് ഫീൽഡിലാണ്, ഫീൽഡ് പെർപെൻഡിക്കുലർ അല്ല, അല്പം ചരിഞ്ഞാണ് കിടക്കുന്നത്. പാർട്ടിക്കിൾ സർക്കുലർ മോഷൻ നടത്തും, അതിനൊപ്പം തന്നെ അത് മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത്. ലെറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ദ ഫീൽഡ് വിത്ത് വെലോസിറ്റി വി ഇൻ എ ഡയറക്ഷൻ മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ബി. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ വെലോസിറ്റി ക്യാൻ ബി റിസോൾവ്ഡ് in directions parallel and perpendicular to B. Component parallel to B equal V cos theta. Component perpendicular to B, V sin theta. വെലോസിറ്റിക്ക് 2 കമ്പോണൻറ്റ്, V cos theta horizontal component, V sin theta vertical perpendicular component. The particles moves with a constant velocity V cos theta in the direction of B. ഇപ്പോൾ X ഡയറക്ഷനിൽ V cos theta വെലോസിറ്റി ചലിക്കും. ആ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. The component V sin theta is in a direction perpendicular to B and makes the particle move in a circular path of radius given by. The particle circular path കറങ്ങുമ്പോൾ അതിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷൻ ഉണ്ട്. റേഡിയസ് is given by R is mv sin theta by QB. നമ്മൾ സൈക്ലോട്രോണിൽ പഠിച്ചതാണല്ലോ. സൈക്ലോട്രോണിൽ പഠിച്ചപ്പോൾ നമ്മൾ പറയും BQB is equal to mv square
mv² എന്ന് പഠിച്ചാണ്. mv² എന്ന് പഠിച്ചതാണ്. mv²r = bq എന്ന് പഠിച്ചിട്ടാണ് നമ്മൾ അവിടെ ഈ റേഡിയസ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിച്ചത്. വെലോസിറ്റി നമുക്ക് bqr/m എന്ന് കിട്ടും, bqr/m. പക്ഷെ ഇവിടെ ആ വെർട്ടിക്കൽ കമ്പോണന്റ് വെലോസിറ്റി v sin θ ആണ്. അപ്പം വിക്ക് വരെ v sin θ കൊടുക്കുക. ആറിൻ്റെ ഇക്വേഷൻ സൈക്ലോട്ടിൽ പറഞ്ഞ mv/qb എഴുതുമ്പോൾ അതിൻ്റെ കൂടെ വിക്ക് പകരം v sin θ എഴുതണം. അതേപോലെ വ്യത്യാസം. ഒരു sin θ ടേം റേഡിയസിൻ്റെ എക്സ്പ്രഷനകത്ത് ചേർന്ന് വരും, അല്ലെങ്കിൽ വെലോസിറ്റി എഴുതിയാൽ വെലോസിറ്റി എക്സ്പ്രഷനകത്ത് ചേർന്ന് വരും. ബിക്കോസ് ഓഫ് ടു മോഷൻസ്, അപ്പോൾ ഇവിടെ ഒരു എക്സ് മോഷൻ ഉണ്ട്, സർക്കുലർ മോഷൻ ഉണ്ട്. ബിക്കോസ് ഓഫ് ദി ടു മോഷൻസ് ദ പാത്ത് ഓഫ് ദി പാർട്ടിക്കിൾ ഇസ് എ ഹെലിക്സ്. ഹെലിക്സ് സർക്കിൾ തന്നെ മുന്നോട്ട് ചലിക്കും. ആ ഷോൺ ഇൻ ദി ഫിഗർ ദ ടൈം ടേക്കൺ ബൈ ദി പാർട്ടിക്കിൾ ടു ഡിസ്ക്രൈബ് വൺ റെവല്യൂഷൻ ഇസ് ഗിവൺ ബൈ. ഇത് സൈക്ലോട്രോണിൻ്റെ അതേ ഫ്രീക്വൻസി കണ്ടീഷനാണ് വരുന്നത്. 2πr/v sin θ. ദാറ്റ് ഈസ് 2πr താഴെ മുകളിലും 2πr/v sin θ. ആ ആറിൻ്റെ വാല്യൂ മുകളിൽ നിന്ന് കൊടുക്കണം. മുകളിൽ നിന്ന് കൊടുക്കുമ്പോൾ 2πmv sin θ/v sin θ/ക്യൂബ് 2πm/ക്യൂബ് എന്ന് കിട്ടും. 2πm/ക്യൂബ്. ഇത് സൈക്ലോട്രോൺ ഫ്രീക്വൻസിയാണെന്ന് ഓർക്കുക. ഇവിടെ ഹെലിക്കൽ മോഷൻ്റെ ഫ്രീക്വൻസി സൈക്ലോട്രോൺ ഫ്രീക്വൻസി സൈക്ലോട്രോൺ പീരീഡ് തന്നെയാണ്. അതിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി bq/2πm. അപ്പോൾ പീരീഡ് നമുക്ക് കിട്ടി. ഹെലിക്കൽ മോഷൻ്റെ പീരീഡാണ് എഴുതിയിരിക്കുന്നത്. The distance advanced by the particle in this time in the direction of the field is called the pitch of the helix, and it is given by. അതായത് പീരീഡ് കിട്ടിയല്ലോ, സർക്കുലർ മോഷൻ്റെ ഹെലിക്കൽ മോഷൻ്റെ പീരീഡ് കിട്ടി. ആ പീരീഡ് കൊണ്ട് ഹോറിസോണ്ടൽ കമ്പോണൻ്റ് വെലോസിറ്റി v cos θ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ദൂരം, ആ ദൂരത്തെ വിളിക്കുന്ന പിച്ച്. ആ പിച്ചാണ് നമ്മൾ പടത്തിൽ p ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഫിഗർ 2 നമ്മൾ കണ്ടതാണല്ലോ. ആ രണ്ട് സർക്കിൾസ് തമ്മിൽ അകലെ p ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പിച്ച് എന്ന് പറയും. അത് v cos θ ഇൻറ്റു ടൈം പീരീഡാണ്. ടൈം പീരീഡ് നമ്മൾ എഴുതി. ടൈം പീരീഡ് 2πm/qb ആണ്. അപ്പോൾ നമുക്ക് പിച്ച് കിട്ടുന്നത് 2πm v cos θ/qb അങ്ങനെ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഹെലിക്കൽ മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ എഴുതാം. ഹെലിക്കൽ മോഷൻ എത്ര പഠിച്ചാൽ മതി. പിച്ച് എന്താണെന്ന് പറയണം, അതിൻ്റെ ഫ്രീക്വൻസിയും പറയണം. ഫ്രീക്വൻസി സൈക്ലോട്രോൺ ഫ്രീക്വൻസി തന്നെയാണ്, അല്ലെങ്കിൽ പീരീഡ് പറഞ്ഞാൽ ഫ്രീക്വൻസി റെസിപ്രോക്കലാണ്. ഇനി നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വെലോസിറ്റി സെലക്ടർ പ്രിൻസിപ്പിൾ. വെലോസിറ്റി സെലക്ടർ പ്രിൻസിപ്പിൾ എന്ന് പറയാം. മൂവിങ് ചാർജ് ഇൻ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇത് വെലോസിറ്റി സെലക്ടർ എന്ന് പറയും. ആ പെർപെൻഡിക്കുലർ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത്തരം സ്ഥലത്ത് ഒരു ചാർജ് പോയാൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി വെലോസിറ്റി സെലക്ടർ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താണ്? അപ്പോൾ നോക്കി, രണ്ട് പ്ലേറ്റ് വെച്ചിട്ട്, രണ്ട് ചാർജർ പ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. അതാണ് ഈ എന്ന് കാണിച്ചിരിക്കുന്ന പടത്തിൽ. അതിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ രണ്ട് ഫീൽഡും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിഫ്ലക്ഷൻ മേപ്പോട്ടാണ്. ഒരു ചാർജർ പാർട്ടിക്കിൾ പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡിഫ്ലക്ഷൻ മേൽപോട്ട് കൊടുക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കീഴ്പോട്ട് കൊടുക്കും. അങ്ങനെയാണ്. ഈ ഫീൽഡിനെ ക്രോസ്ഡ് ഫീൽഡ് എന്ന് പറയും. ഇയും ബിയും പെർപെൻഡിക്കുലറാണ്. അപ്പം അത്തരം ഒരു റീജിയനിൽ കൂടി ഒരു ചാർജർ പാർട്ടിക്കിൾ പോവുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഫോഴ്സ് മേപ്പോട്ടും മാഗ്നറ്റിക് ഫോഴ്സ് താഴോട്ട് പ്രവർത്തിക്കും. അല്ലാതെ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആകത്തില്ല. ഫീൽഡാണ് ഇവിടെ പെർപെൻഡിക്കുലർ. ഒരു ചാർജർ പാർട്ടിക്കിൾ ആ സ്പേസിലൂടെ ചലിക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഫോഴ്സ് മേപ്പോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് താഴോട്ടായിരിക്കും. അപ്പോൾ ഈ പടം നമ്മൾ ഡയഗ്രാം ഫോർ വെലോസിറ്റി സെലക്ടറായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഒരു സ്ലിറ്റിലൂടെ ചാർജർ പാർട്ടിക്കിൾ വരും, രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് കടന്നു പോകും. അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. നമ്മൾ ഇലക്ട്രിക് പ്ലേറ്റുകളാണ്, അവിടെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും. ആ രണ്ട് ഫീൽഡ് പെർപെൻഡിക്കുലറാണ്. അവ ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രിക്കൽ ഫോഴ്സും അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഹെഡിങ് നോക്കാം. വെലോസിറ്റി സെലക്ടർ ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസറാണ്. മൂവിങ് ചാർജ് ഇൻ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ദ വെലോസിറ്റി സെലക്ടർ പ്രിൻസിപ്പിൾ. ഡയഗ്രാം ഫോർ വെലോസിറ്റി സെലക്ടർ. So you see, what is the velocity selector?
The magnetic and electric fields are at right angles to each other, and the charge Q moves with the velocity v in a direction perpendicular to both E and B. Electrostatic force on Q is QE in the direction of V. Force due to magnetic field is QVB in the opposite direction. അല്ലാതെ in the direction of B എന്നല്ല, in the opposite direction ആയിരിക്കും. If QE is equal to QVB, then the particles moves unaffected. രണ്ട് ഫോഴ്സും തുല്യമാണെങ്കിൽ, ഇലക്ട്രിക്കൽ ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും തുല്യമാണെങ്കിൽ യാതൊരു ഡിഫ്ലക്ഷനും ഇല്ലാതെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മുന്നോട്ട് ചലിക്കും. ഫ്രം ദിസ് ഫോർ ദിസ്, ഇവിടെ നമുക്ക് ആ ക്യൂ വെട്ടിക്കളഞ്ഞാൽ വി കിട്ടുന്ന ഇക്വേഷൻ എഴുതണത്. ക്യൂ അപ്പുറം ഇപ്പുറം വെട്ടിക്കളഞ്ഞാൽ ഈ ഇക്വേഷനകത്ത്, ഇതിനകത്ത് ആ ക്യൂ വെട്ടിക്കളഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് അവിടെ ഇരിക്കുന്നത്. ഫോർ ദിസോ ഫ്രം ദിസോ എഴുതുക. ഫോർ ദിസ് വി ഇസ് ഇ ബൈ ബി. ദസ് ഓൾ പാർട്ടിക്കിൾസ് having velocity satisfying the relation v is equal to e by b will pass undeflected. അപ്പോൾ ആ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് വി ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യൂ ക്യാൻസൽ ചെയ്യുമ്പോൾ വി is equal to e by b എന്ന് കിട്ടും. ഈ വെലോസിറ്റിയുള്ള എല്ലാ പാർട്ടിക്കിളും ആ സ്പേസിൽ നിന്ന് നേരെ പുറത്തേക്ക് വരും, യാതൊരു വിധ ഡിഫ്ലക്ഷൻ കൂടാതെ. അങ്ങനെ പ്രത്യേക വെലോസിറ്റിയുള്ള പാർട്ടിക്കിളിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം, കൊണ്ടുവരാം. വേറെ വെലോസിറ്റി ആണെങ്കിൽ അത് മാറിപ്പോകും. അങ്ങനെ ഒരു പ്രത്യേക വെലോസിറ്റി ഉള്ള ഈ ഇ ബൈ ബിക്ക് തുല്യമായ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് വെലോസിറ്റി സെലക്ടർ പ്രിൻസിപ്പിൾ. ഓൺലി ദോസ് പാർട്ടിക്കിൾസ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഹാവിംഗ് വെലോസിറ്റി ഇ ബൈ ബി എലോൺ ആർ അഡ്മിറ്റഡ്, അതേഴ്സ് ആർ റിമൂവ്ഡ്, and that property is called velocity. That principle is called velocity selector principle. This principle is used in selecting charged particles of same velocity. ഒരേ വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ സിലക്ട് ചെയ്യാൻ ഈ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഈ മാസ് സ്പെക്ട്രോഗ്രാഫ് പോലെയുള്ള ഡിവൈസിനകത്ത് കൊടുക്കും. ആ വെയിൻ ബ്രിഡ്ജ് മാസ് സ്പെക്ട്രോഗ്രാഫ്, വെയിൻ ബ്രിഡ്ജ് ഒന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല, അങ്ങനെയൊക്കെ ചില ഉപകരണമുണ്ട്. അവിടെയൊക്കെ ഈ വെലോസിറ്റി സെലക്ടർ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യം ഞാൻ പറയുകയാണ്. ഡിസ്കസ് ദി ഹെലിക്കൽ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്ററിങ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എനി ഡയറക്ഷൻ. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അവിടെ പിച്ച് വരെ എഴുതണം കേട്ടോ. എന്താണ് പിച്ച് എന്ന് വരെ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ പിച്ച് ഓഫ് ഹെലിക്കൽ മോഷൻ, ഗിവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. പിച്ച് എന്ന് പറഞ്ഞാൽ ടു കൺസിക്യൂട്ടീവ് സർക്കുലർ മോഷൻ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഇൻ എ ടൈം പീരീഡ് when a charged particle enters a magnetic field in any direction. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ്. വാട്ട് ഈസ് വെലോസിറ്റി സെലക്ടർ പ്രിൻസിപ്പിൾ? ഇനി നമുക്ക് അതിൻ്റെ ഒരു രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഹെലിക്കൽ മോഷൻ്റെ പ്രോബ്ലം, വെലോസിറ്റി സെലക്ടറിൻ്റെ പ്രോബ്ലം ഓരോന്ന് ചെയ്യാം. Our electron has a velocity of 10⁻⁶ meter per second in a direction inclined at 30 degrees to the direction of a uniform magnetic field. Calculate the magnetic field required so that the radius of the helical path may be 1 meter. Also calculate the time taken by the electron for one revolution and the pitch of the helix. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ 30 ഡിഗ്രി ചരിഞ്ഞ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രവേശിക്കുന്ന പ്രോബ്ലമാണ് പറയുന്നത്. റേഡിയസ് ഉണ്ട് 1 മീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നോക്കി, ഫോർ ഹെലിക്കൽ മോഷൻ ആർ ഈസ് എം വി സൈൻ തീറ്റ ബൈ ബി ക്യൂ. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്, ആർ എം വി സൈൻ തീറ്റ ബി ക്യൂ. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു എം വി സൈൻ തീറ്റ ബൈ ക്യൂ ആർ. ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാമല്ലോ, 1.6 × 10⁻⁹. റേഡിയസ് ആർ 1 ആണ്. അപ്പോൾ 9.1 × 10⁻31. വെലോസിറ്റി 10⁻⁶ into sin 30 by 1.6 × 10⁻⁻19. ഇലക്ട്രോണിക് ചാർജാണ് ഇൻറ്റു 1 റേഡിയസ്.
അത് ചെയ്യുമ്പോൾ 2.84 ഇൻറ്റു 10⁻⁻6 ടെസ്ല എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി ഫീൽഡ്. അടുത്ത പാർട്ടായിട്ട് വരുന്നത് ടൈം പീരീഡ്. ടൈം പീരീഡ് നമുക്ക് 2πa/bq എന്ന് കിട്ടും, അല്ലെങ്കിൽ 2πr/v sin θ എടുത്താലും മതി കേട്ടോ. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്. 2πr/v sin θ എടുത്താലും മതി. ഇവിടെ നമ്മൾ എഴുതുന്നത് 2πm/bq. 2 × 3.14 × 9.1 × 10⁻31 10⁻31 ബൈ 2.84 × 10. ആ ഫീൽഡ് കേട്ടോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫീൽഡാണ്. 2.84 × 10⁻6 × 1.6 × 10⁻19, and the answer is 1.256 × 10⁻5 second. Pitch of helix P, that we have seen V cos θ into T. V is 10⁻6 cosine 30 into T. 1.256 × 10⁻5 cos 30 is 0.8660. Therefore 0.8660 into 12.56 10⁻6 and 10⁻5 10 എന്ന് കിട്ടും. 1.256 into 10 12.56. The answer is 10.88 meter. One more problem, and this is for velocity selector principle problem. A positive ion beam entering in the x direction enters a region in which there is an electric field EY is equal to 3 × 10⁵ volt per meter and a magnetic field BX equal to 0.03 ടെസ്ല. അപ്പോൾ എന്നും ബി എന്നും മതി. പിന്നെ ഈ സഫിക്സ് വൈയും സഫിക്സ് എക്സും കൊടുക്കുന്നത് ഡയറക്ഷൻ അവ രണ്ട് പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത്രയേ ഉള്ളൂ. EY is 3 × 10⁵ volt per meter and magnetic field BX is equal to 0.03 ടെസ്ല. Determine the speed of those ions which may go undeflected through the fields. അപ്പോൾ ഫീൽഡിനകത്തുകൂടി ഡിഫ്ലക്ഷൻ ഇല്ലാതെ കടന്നു പോകുന്ന അയോൺസിൻ്റെ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമുക്ക് പഠിച്ചല്ലോ നമ്മൾ. E = V = E/B or EY/BX by velocity selector principle. That is V is 3 × 10⁵ by 0.03 10⁻7 meter per second. That is all. With this, our 10th lecture on particle physics is over. We continue in the next class.